ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? കേക്ക് ഉണ്ടാക്കണ്ടേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, നമുക്ക് മിക്സിയിൽ തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. 1-2 പേര് ചോദിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്രിസ്മസിന് ഈ കേക്ക് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വന്നാലോ എങ്ങനെയാണ് ഈസി ക്യാരറ്റ് കേക്ക് തയ്യാറാക്കുന്നത്. കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ മൈദ എടുക്കുകയാണ്. 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നത്. ഇതൊരു മസാല പൗഡറാണ്. പട്ടയും ഗ്രാമ്പുവും ജാതിക്കയും കൂടി പൊടിച്ചെടുത്തതാണ്. 2 വലിയ കഷ്ണം പട്ടയും 4 ഗ്രാമ്പുവും 1 ജാതിക്കയുടെ പകുതിയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ പട്ട മാത്രം പൊടിച്ചെടുത്തത് ചേർക്കാം. ഇനി അതും ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് മാത്രം ചേർക്കാം. പട്ടയുടെ പൗഡറൊക്കെ കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടും താല്പര്യമില്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് മാത്രം ചേർക്കാം. ഞാനിതിവിടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ. അതേപോലെ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദയിൽ ഈ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലായിടത്തും എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിനി ഇതൊക്കെ അരിച്ചെടുത്തിട്ട് വരാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 3 തവണ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ കേക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാഷ്നട്ടും ബദാമും എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മൈദയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഊറിയിട്ട് കേക്കിൻ്റെ അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ കേക്ക് ടിന്നിൽ നട്ട്സൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ കേക്ക് പുറത്തെടുക്കാൻ നേരത്ത് നട്ട്സൊക്കെ അടിയിലായിട്ട് കേക്ക് ടിന്നിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ സ്ലൈസസിലും നമുക്ക് നട്ട്സ് കിട്ടുകയും ചെയ്യും. ഞാനിവിടെ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ ഈ ഒരു പാത്രവും നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കേക്ക് ടിന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്റ്റാൻഡ് കൂടെ ഈ പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. കുറച്ച് കാര്യങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് ഈ ഒരു കേക്കിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ കൂടെ പഞ്ചസാര ചേർക്കാം. മുഴുവൻ ഒരുമിച്ച് ചേർക്കണ്ട, പകുതി പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ബാക്കി മുട്ടയും ബാക്കി വന്ന പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. റെക്കോർഡിങ്ങിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി. കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ആയിട്ടില്ല. നമ്മൾ മുട്ട അടിച്ചതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ക്യാരറ്റൊക്കെ ചേർക്കുന്നത് ഒന്നും റെക്കോർഡ് ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മുട്ട അടിച്ച് വെച്ചിട്ടില്ലേ, മുട്ടയും ഓയിലും കൂടി അടിച്ചതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർക്കാൻ പാടില്ല, കുറച്ചായിട്ട് ചേർത്തിട്ടുണ്ട്. അതേപോലെ ക്യാരറ്റ് ഒരുമിച്ച് ചേർത്തിട്ടില്ല, കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബാറ്റർ കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എങ്ങനെയായാലും ഒരു 3-4 ടേബിൾ സ്പൂണേ പാൽ ആവശ്യമായിട്ട് വരികയുള്ളൂ. ഇനി നമുക്ക് നേരത്തെ മൈദയായിട്ട് മിക്സ് ചെയ്ത് വെച്ച കാഷ്നട്ടും ബദാമും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയം വാനില എസൻസും കൂടി ചേർക്കണം. 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. കേക്ക് ടിൻ ഓയിൽ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും പുരട്ടി കൊടുക്കാം. പിന്നെ നമ്മൾ ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തുടങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ അതിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെ ഒക്കെ ഗുണം അങ്ങ് പോകും. അതുകൊണ്ടാണ്
ഇനി നമുക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം ഒന്ന് തുറന്നു നോക്കാം. നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ പതുക്കെ വെച്ച് കൊടുക്കാം. നല്ല ചൂടാണ്, ശ്രദ്ധിച്ച് വെക്കണം. ഇനി നമുക്ക് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്നു നോക്കാനും പാടില്ല. 45 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കുകയാണ്. അപ്പം നിങ്ങൾക്കിപ്പം കാണാം കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് കറക്റ്റ് പാകമാണ്. എവിടെയും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് കേക്കാണ്. പിന്നെ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 50 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ അധികം എടുക്കാം, അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് റെഡി ആവാം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് പുറത്തെടുക്കാം. കേക്കിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ചൂട് മുഴുവൻ മാറുന്നതിന് മുന്നേ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും കാണുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റ് കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മുട്ടയും മൈദയും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പാല് ഇതൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണെങ്കിൽ അതിൻ്റെ തണുപ്പ് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതേപോലെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രങ്ങൾ, ബൗൾസ് അതൊക്കെ ക്ലീൻ ആയിരിക്കണം. അതിൽ വെള്ളമൊന്നും പാടില്ല. നല്ലവണ്ണം തുടച്ചതിന് ശേഷമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കേക്ക് ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവർ അടിപൊളി കേക്ക് തന്നെ തയ്യാറാക്കിക്കോളൂ. കൂട്ടത്തിൽ എൻ്റെ ഈ കേക്കും കൂടി തയ്യാറാക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്